Hello friends, now we can discuss about the topic ratio analysis. Have you heard about ratio analysis? Ratio analysis is one of the important technique of management accounting. These are used for analyzing and interpreting financial statement. This is an important technique of financial statement. Ratios are used to analysis and interpretation. For analyzing and interpreting financial statements, ratios are used. Ratio analysis was first made by Alexander Wall in 1919. He is the first one used ratio analysis for analysis and interpretation. Then the next topic is meaning of ratio. It shows numerical relationship between two figures. നമുക്കറിയാം റേഷ്യോ അനാലിസിസ് അല്ലേ, നമുക്ക് രണ്ട് ഫിഗേഴ്സ് തമ്മിലുള്ള ആ റിലേഷൻഷിപ്പ് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റേഷ്യോ അനാലിസിസ് നമ്മൾ യൂസ് ചെയ്യണത്. റേഷ്യോ സിംപ്ലി റെഫേഴ്സ് ടു വൺ നമ്പർ എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് അനദർ നമ്പർ. ഇറ്റ് ഷോസ് ദ ന്യൂമറിക്കൽ റിലേഷൻ ബിറ്റ്വീൻ ടു ഫിഗേഴ്സ്. രണ്ട് ഫിഗേഴ്സ് തമ്മിൽ ന്യൂമറിക്കലി അതെങ്ങനെ റിലേറ്റ് ചെയ്തിരിക്കുന്നു, അതാണ് റേഷ്യോ എന്ന് പറഞ്ഞാൽ. ദെൻ അക്കൗണ്ടിംഗ് റേഷ്യോ, അങ്ങനെയാണെങ്കിൽ അക്കൗണ്ടിംഗ് റേഷ്യോ എന്താണ്? അക്കൗണ്ടിംഗ് റേഷ്യോസ് ആർ കാൽക്കുലേറ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് അക്കൗണ്ടിംഗ് ഇൻഫോർമേഷൻ ആർ കോൾഡ് റേഷ്യോ അനാലിസിസ്. അതായത് നമ്മൾ ഒരു അക്കൗണ്ടിംഗ് ഇൻഫോർമേഷൻ്റെ ബേസിൽ റേഷ്യോസ് കാൽക്കുലേറ്റ് ചെയ്യണം. എന്താണ് ഈ അക്കൗണ്ടിംഗ് ഇൻഫോർമേഷൻ? ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, അതിൽ നിന്നൊക്കെ നമ്മൾ റേഷ്യോസ് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് റേഷ്യോ അനാലിസിസ് or accounting ratio എന്നാണ് നമ്മൾ പറയുക. Ratios are calculated on the basis of accounting information is called accounting ratio. What is accounting ratio? Ratios are calculated on the basis of accounting information. This is accounting ratio. ഇവിടെ നമ്മൾ പഠിക്കേണ്ടത് റേഷ്യോ എന്താണ്? റേഷ്യോ ഷോസ് ദ ന്യൂമറിക്കൽ റിലേഷൻ ബിറ്റ്വീൻ ടു ഫിഗേഴ്സ്. Accounting ratio is the ratio calculated on the basis of accounting information. Then we can continue with a definition. Definition of J. Batty. According to J. Batty, the term accounting ratio is used to describe the significant relationship which exists between figures shown in balance sheet, profit and loss account, in a budgetary control system or in any other part of the accounting information. Accounting ratio describe ചെയ്യുന്നത് the significant relationship, പ്രധാനപ്പെട്ട റിലേഷൻഷിപ്പുകളാണ് which exist between the figures shown in balance sheet, profit and loss account, in budgetary control system or in other part of the accounting information. അതായത് ബാലൻസ് ഷീറ്റിൽ അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ, ബഡ്ജറ്ററി കൺട്രോൾ സിസ്റ്റത്തിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അക്കൗണ്ടിങ് സ്റ്റേറ്റ്മെന്റിലെ ഫിഗേഴ്സിനിടയിലുള്ള സിഗ്നിഫിക്കൻറ്റ് റിലേഷൻഷിപ്പ് ഡിസ്ക്രൈബ് ചെയ്യുന്ന ടേമാണ് അക്കൗണ്ടിങ് റേഷ്യോ. Once again, the term accounting ratio is used to describe the significant relationship which exist between figures shown in the balance sheet, profit and loss account, in a budgetary control system or in any other part of the accounting information. We can express the ratios in four ways. നമ്മൾ ഈ റേഷ്യോസ് ഒക്കെ എക്സ്പ്രസ് ചെയ്യുന്നത് അല്ലേ, അത് പല വിധത്തിലാണ്, 4 വിധത്തിലാണ്. നമ്മൾ മാത്സിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഫസ്റ്റ് വൺ ഈസ് പ്രൊപ്പോർഷൻ, 3:1. രണ്ട് ഫിഗേഴ്സ് തമ്മിലുള്ള അല്ലെങ്കിൽ രണ്ട് ഐറ്റങ്ങൾ തമ്മിലുള്ള റേഷ്യോസിന്റെ എക്സ്പ്രഷനാണ്. ഒന്ന് പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞാൽ അനുപാതം അല്ലേ, അതായത് 3:1. രണ്ടാമത്തെ പെർസെൻറ്റേജ്, ശതമാനം അല്ലേ, ഇപ്പോൾ 10%, 20% അങ്ങനെ നമ്മൾ കാണാറുണ്ട്. Then times, ഇത്ര ടൈംസ്, 3 times, 5 times. Then fraction, 4/5, 1/2, അങ്ങനെ ഫ്രാക്ഷൻസ്. ഇങ്ങനെ 4 വിധത്തിലാണ് നമുക്ക് ഈ റേഷ്യോസ് എക്സ്പ്രസ് ചെയ്യാനായിട്ട് പറ്റുക. ഇത് നമുക്ക് പ്രോബ്ലത്തിലാണ് കേട്ടോ നമ്മൾ ഇത് അപ്ലൈ ചെയ്യുന്നത്. ഇപ്പോൾ പ്രൊപ്പോർഷനിൽ വരുന്നത്, പെർസെൻറ്റേജ് വരുന്നത്, ടൈംസ് വരുന്നത്, ഫ്രാക്ഷൻ വരുന്നത്. ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് പോവാണ്. അപ്പോൾ നമുക്ക് ഓരോ പ്രോബ്ലത്തിലും നമുക്ക് ഓരോ രീതിയിലായിരിക്കും ഈ റേഷ്യോസ് എക്സ്പ്രസ് ചെയ്യുക. അത് നമുക്ക് അതാത് ക്ലാസ്സുകളിൽ നമുക്ക് പഠിച്ചു പോകാം. ഇപ്പം നിങ്ങൾ ഇങ്ങനെ മാത്രം മനസ്സിലാക്കുക, there are some expressions of ratios. They are proportion, percentage, times, fraction. Okay, thank you.